വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിക് ആൻഡ് ഹീറ്റിംഗ് എഫക്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള 5 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ചാപ്റ്ററിൽ നിന്ന് എന്ത് കിട്ടിയാലും ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല വളരെ കിട്ടിയ ഒരു ഫീലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇലക്ട്രിസിറ്റിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അതേസമയം മാഗ്നറ്റിസത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് രണ്ടും കൂടെ കുഴച്ച് അങ്ങനെ ഒരു ചാപ്റ്റർ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുകയാണ്. സോ ആ ഒരു ചാപ്റ്ററാണ് ഇവിടെ നമുക്ക് നമ്മുടെ ന്യൂ NCERT തന്നിരിക്കുന്നത്. സോ നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അതിന് മുന്നേ എന്താണ് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. എന്താണ് ഫസ്റ്റ് പോയിന്റ് ആണ് ഇലക്ട്രിസിറ്റി മാഗ്നറ്റിക് എഫക്റ്റ്. ഇലക്ട്രിസിറ്റിയുടെ മാഗ്നറ്റിക് എഫക്റ്റ് ആണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു കണ്ടക്ടറിലൂടെ അല്ലെങ്കിൽ ഒരു മെറ്റൽ വയറിലൂടെ കറണ്ട് ഇങ്ങനെ പോകും, ഇലക്ട്രിസിറ്റി ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ബിഹേവിയർ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇത് കണ്ടുപിടിച്ച ആളാണ് ഈസ്റ്റർ എന്ന് പറയുന്ന സയന്റിസ്റ്റ്. ഇത്രയും കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് നമ്മൾ പറയാൻ പോകുന്ന എല്ലാ ക്വസ്റ്റ്യൻസിന്റെ ആൻസറും നിങ്ങൾക്ക് പറയാൻ പറ്റും. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ചോദ്യമാണ്, ക്യാൻ വി യൂസ് ഇലക്ട്രിക് കറണ്ട് ടു മേക്ക് എ മാഗ്നറ്റ്? കറണ്ടും നോക്കടാ മാഗ്നറ്റും തമ്മിലുള്ള ബന്ധമാണ്. അത് തന്നെയാണ് നമ്മുടെ ചാപ്റ്റർ. ചോദ്യം ഇതാണ്, നമുക്ക് ഇലക്ട്രിക് കറണ്ട് ഉപയോഗിച്ചിട്ട് മാഗ്നറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. കാരണം എന്താ, നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കും. ദാറ്റ് മീൻസ് മാഗ്നറ്റിസം ഉണ്ടായി. അതന്നെയല്ലേ മാഗ്നറ്റ് എന്ന് പറയും. മാഗ്നറ്റ് എന്താ, മാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കണം, അത്രയല്ലല്ലോ. സോ ഇതിനെ നമുക്ക് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് ഒരു മാഗ്നറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചതെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് ഒരു മാഗ്നറ്റ് ഉണ്ടാക്കാൻ പഠിക്കാം. എന്തിനെന്തൊക്കെയാ വേണ്ടത്? നമ്മളെ കയ്യിൽ ഒരു സെല്ല് വേണം, ഒരു വയർ വേണം. നമുക്കൊരു കോപ്പർ വയർ ഉപയോഗിച്ചു കുറച്ച് കോപ്പർ വയർ വേണം. അതേസമയം വേറെ ഒന്നും കൂടെ വേണം, നമുക്കൊരു അയൺ കോർ അല്ലെങ്കിൽ നമുക്കൊരു അയണിന്റെ നെയിലും കൂടെ വേണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു മാഗ്നറ്റ് ഉണ്ടാക്കാം. അതെങ്ങനെയാ ഉണ്ടാക്കുക നോക്കട്ടെ. അതാ ഇതേപോലെ, ഇതാണ് നമ്മുടെ സെല്ല് എന്ന് പറയുന്നത്. സെല്ലിന് എന്തൊക്കെ ഉണ്ടാകും? പോസിറ്റീവ് ഉണ്ടാകും, നെഗറ്റീവ് ഉണ്ടാകും. അപ്പൊ നമ്മൾ കോപ്പർ വയറിന്റെ ഒരറ്റം ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നു, മറ്റേ അറ്റം ഇങ്ങോട്ടാ പോസിറ്റീവിലേക്ക് ഉണ്ട്. അപ്പോൾ ഒരറ്റം നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തിട്ട് നമ്മളുടെ അയൺ നെയിൽ നമ്മൾ ഈ കോപ്പർ വയർ ഇങ്ങനെ ചുറ്റി എത്രത്തോളം ചുറ്റുകൾ ഉണ്ടാക്കുന്നോ അത്രത്തോളം നമുക്ക് കിട്ടുന്ന മാഗ്നറ്റിക് ബിഹേവിയർ കൂടുതലായിരിക്കും. ചുറ്റി വെച്ച് മറ്റേറ്റ നമ്മൾ പോസിറ്റീവുമായിട്ട് കണക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിലൂടെ കറണ്ട് ഒഴുകും. അപ്പോൾ കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കും. അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അയണിന്റെ നമ്മൾ സേഫ്റ്റി പിന്നോ അങ്ങനെ നമ്മളുടെ പേപ്പർ ക്ലിപ്സ് എന്തെങ്കിലും അടുത്ത് പോയി കാണിച്ചു കഴിഞ്ഞാൽ അത് അതിൽ അട്രാക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് മീൻസ് ഇറ്റ് ബിക്കേം എ മാഗ്നറ്റ് ആൻഡ് ദിസ് കൈൻഡ് ഓഫ് മാഗ്നറ്റ് ഈസ് നോൺ ആസ് ഇലക്ട്രോമാഗ്നറ്റ്. അതെന്താ കാര്യം? നമ്മൾ ഈ സെല്ലിൽ നിന്നും ഇലക്ട്രിസിറ്റി ആണ് കൊടുത്തത്. സോ ഇലക്ട്രിസിറ്റി കൊടുത്തപ്പോൾ അത് മാഗ്നറ്റ് ആയിട്ട് മാറി. അങ്ങനെയുള്ള ആ ഒരു സംഭവത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റ്. മനസ്സിലായല്ലോ? സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വാട്ട് ഈസ് ദിസ് അറേഞ്ച്മെന്റ് ഷോൺ? ഇവിടെ തന്നിരിക്കുന്ന അറേഞ്ച്മെന്റ് എന്താന്നാ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇതെന്താണ്, സെല്ലാണ്. സെല്ലാണ്. ഇത് മെറ്റൽ വയറാണ്, ഇതുകൊണ്ട് വയറാണ്, ഒരു കോപ്പർ വയറാണ് വിചാരിക്കാം. കോപ്പർ വയറാണ്. ഇതാ ഇവിടെ വലിയൊരു അയൺ നെയിൽ ഉണ്ട്. ദാറ്റ് മീൻസ് ദിസ് ഇസ് എ ഇലക്ട്രോമാഗ്നറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് 2 മെത്തേഡ്സ് ടു ഇൻക്രീസ് ദി സ്ട്രെങ്ത് ഓഫ് ദിസ് അറേഞ്ച്മെന്റ്. ഈ ഒരു അറേഞ്ച്മെന്റിന്റെ, അതായത് ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിന്റെ, ദാറ്റ് മീൻസ് ഇതൊരു മാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കും. അപ്പോൾ ഇതിന്റെ ശക്തി കൂട്ടാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, ഇവിടെ ഒരു സെല്ലുള്ളൂ, നമ്മൾ കുറച്ചുകൂടെ സെല്ലുകൾ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിൽ നിന്നുമുള്ള ഇലക്ട്രിസിറ്റി വളരെ കൂടുതലാകും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ബിഹേവിയർ വളരെ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെയുള്ള കറണ്ടിനെ ഇൻക്രീസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരുപാട് കോയിൽസ് ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ എണ്ണം കൂട്ടിയാലും അതിന്റെ നമ്പർ കൂട്ടിയാലും അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ബിഹേവിയർ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിന്റെ ശക്തി നമ്മൾക്ക് കൂട്ടാൻ പറ്റുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് ചോദ്യമാണ്, ഡസ് ഇലക്ട്രോമാഗ്നറ്റ് ആൾസോ ഹാവ് 2 poles ലൈക്ക് എ ബാർ മാഗ്നറ്റ്? വാട്ട് ഇസ് എ ബാർ മാഗ്നറ്റ്? നമുക്കറിയാം ഇതാണ് ഒരു ബാർ മാഗ്നറ്റ്. അതിൽ എന്തുണ്ടാകും? നോർത്ത് പോൾ ഉണ്ടാകും, അതുപോലെ സൗത്ത് പോൾ ഉണ്ടാകും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതുപോലെ കണ്ടോ, ഇതിന് നോർത്ത് പോൾ ഉണ്ട്, സൗത്ത് പോൾ ഉണ്ട്, ഇതുപോലെ 2 പോൾസ് ഉണ്ടോ നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഇലക്ട്രോമാഗ്നറ്റിന് എന്നാണ് നമ്മളുടെ ചോദ്യം. ഉണ്ടോ?
ഉണ്ട്. ബിക്കോസ് ദാറ്റ് ഇസ് എ മാഗ്നറ്റ്. പോൾസ് ഇല്ലാത്ത മാഗ്നറ്റ് ഉണ്ടാവില്ല അല്ലെ. അപ്പൊ എങ്ങനെ നമ്മൾ അത് മനസ്സിലാക്കുന്ന കൂടെ നിങ്ങൾക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം. എങ്ങനെയാണെന്ന് അറിയോ അല്ലെ, നമുക്കറിയില്ല അല്ലെ. അപ്പൊ നമ്മള് ഇതാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റ്. ഈ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് അറിയാലോ. സോ നമ്മൾ ഒരറ്റത്തിന് എ എന്നും മറ്റൊരറ്റത്തെ ബി എന്നും കൊടുക്കുന്നു. കാരണം എല്ലായിടത്തും അറ്റത്താണ് അല്ലെ, പോൾസിലാണ് നമുക്ക് പോൾസ് ഉണ്ടാവുക, നമുക്കറിയാം അല്ലെ. ഓക്കെ, അപ്പൊ എ ഉണ്ട് ബി ഉണ്ട്. അപ്പോൾ ഇത് ഏത് പോളാണ്, നോർത്ത് പോളാണോ സൗത്ത് പോളാണോ നമുക്കറിയില്ല. അതിനുവേണ്ടി നമുക്ക് എന്തിനെ ഉപയോഗിക്കാം? ഇതുപോലെ ഒരു മാഗ്നറ്റിക് കോമ്പസിനെ ഉപയോഗിക്കാം. മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ മാഗ്നറ്റിക് ബിഹേവിയർ ഉണ്ടെങ്കിൽ, അവിടെ ഒരു എവിടെയെങ്കിലും ഒരു മാഗ്നറ്റിന്റെ ഒരു പൊട്ടെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കിടന്നിട്ട് ഡിഫ്ലക്ട് ചെയ്യും, ആ ഡിഫ്ലക്ഷൻ കാണിക്കും എന്നാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു മാഗ്നറ്റിക് കോമ്പസ് ഇതിന്റെ അടുത്ത് ഇങ്ങനെ കൊണ്ടുവെക്കുമ്പോൾ മാഗ്നറ്റിക് ബിഹേവിയർ അവിടെ ഉണ്ടാകുമ്പോൾ ഇതിന്റെ ഒരു ടൈപ്പ് ഇളക്കം ഉണ്ടാകും. ഇതിങ്ങനെ ഇളകി ഇതുപോലെ ഇങ്ങനെ വന്ന് നിൽക്കും. ഇവിടെ കണ്ടോ നിങ്ങൾ റെഡ് മാർക്ക്, അത് കാണുന്നത് നോർത്താണ്. എന്താണ്? നോർത്താണ്. അതെപ്പോഴും നോർത്ത് ആയിരിക്കും. അപ്പോൾ ഇത് അനങ്ങാതെ ഇങ്ങനെ ഇവിടെ തന്നെ വന്ന് ഇങ്ങനെ അല്ലെ, ആദ്യം എന്തായിരിക്കും ഇങ്ങനെ ഇളകി കളിച്ചിട്ട് പിന്നെയാണ് നോർത്തിൽ ഇങ്ങനെ വന്ന് നിൽക്കാം, ഈ ഒരു പൊസിഷനിൽ വന്ന് നിൽക്കാം. അപ്പൊ ഇത് അനങ്ങാതെ ഇങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ഇഷ്ടമുള്ള ആരോ ആണ് ഇവിടെ നിൽക്കുന്നത് അല്ലെ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ പഠിച്ച കാര്യമാണ്. ഒരു രണ്ട് മാഗ്നറ്റിന്റെ അല്ലെ നോർത്തും സൗത്തും വന്നു കഴിഞ്ഞാൽ അവർ അട്രാക്ട് ചെയ്യും, അവരെങ്ങനെ അട്രാക്ട് ചെയ്ത് നിൽക്കും. അതുപോലെയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇത് നോർത്താന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഈ എ പാർട്ട് അല്ലെ, അല്ലെങ്കിൽ ഈ ഇലക്ട്രോ മാഗ്നറ്റിന്റെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഓപ്പോസിറ്റ് ആയിരിക്കും, ദാറ്റ് ഈസ് സൗത്ത് ആയിരിക്കും. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ എ സൗത്ത് ആണെങ്കിൽ ബി ഓഫ് കോഴ്സ് എന്തായിരിക്കും, നോർത്ത് ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ പോൾസ് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ആ കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ചോദ്യമാണ്, ആർ മാഗ്നറ്റ്സ് ഓൾസോ യൂസ് ഇൻ റിയൽ ലൈഫ് ഫോർ ലിഫ്റ്റിംഗ് ഒബ്ജക്ട്സ്? ഇതുപോലെ കണ്ടോ, ഇതെന്താണ്? ക്രെയിൻസ് ആണ്. ഈ ക്രെയിൻസ് എന്തിനാ ഉപയോഗിച്ചിരിക്കുന്നത്? ഒരുപാട് വേസ്റ്റുകൾ ഉണ്ട് അല്ലെ, എല്ലാ ടൈപ്പ് പ്ലാസ്റ്റിക് വേസ്റ്റ്, ഫുഡ് വേസ്റ്റ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് വേസ്റ്റ് എല്ലാം അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഫുഡ് വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റും ഒക്കെ നമുക്ക് വേസ്റ്റ് ആണ്. പക്ഷെ ഇലക്ട്രോണിക് വേസ്റ്റിനെ നമുക്ക് അല്ലെ, നമുക്ക് വേണമെങ്കിൽ വേറെ റീയൂസ് ചെയ്യാം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അല്ലെ, വേറെ അതുപോലെ നമുക്ക് മറിച്ച് വിൽക്കാം അല്ലെ, അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഈ ഇലക്ട്രോണിക് വേസ്റ്റുകളെ നമുക്ക് എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്യണം ഇവിടെ നിന്നും. അതിന് നമുക്ക് എന്ത് ചെയ്ത് വെച്ചാൽ മതി? ഇലക്ട്രോണിക് വേസ്റ്റുകൾ അല്ലെ, ഇത് പറയുമ്പോൾ മെറ്റൽസ് ആണ് ഉണ്ടാക്കിയതാണ്. മെറ്റൽസ് ഓൾമോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യും? മാഗ്നറ്റുമായിട്ട് ഇങ്ങനെ അട്രാക്ട് ചെയ്യും അല്ലെ. ഈ അയണിന്റെ മെറ്റീരിയൽസും ഒക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ മാഗ്നറ്റുമായിട്ട് ഇങ്ങനെ അട്രാക്ട് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ക്രെയിനില് കറണ്ട് കൊടുക്കുമ്പോൾ എന്തുണ്ടാകും? മാഗ്നറ്റിക് ബിഹേവിയർ ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മളിവിടെ ഇലക്ട്രോ മാഗ്നറ്റിസം ഉപയോഗിക്കുകയാണ് അല്ലെ. കറണ്ട് കൊടുക്കുമ്പോൾ ഇതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ബിഹേവിയർ ഉണ്ടാകും. അപ്പൊ ഇവിടെയുള്ള ഇരുമ്പ് കഷ്ണങ്ങൾ, ഈ അയണിന്റെ പീസസും അല്ലെ, ഈ ഇലക്ട്രോണിക് വേസ്റ്റുകളൊക്കെ ഇതിലേക്ക് വന്ന് അട്രാക്ട് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യാണ്? നമ്മൾ ആ ക്രെയിൻ ഉപയോഗിച്ചിട്ട് അതിനെല്ലാം അല്ലെ എങ്ങനെ എടുത്തെടുത്ത് നമുക്ക് എവിടെയാണ് കൊണ്ടുവരുന്നത് അവിടെ എങ്ങനെ വെക്കുന്നു. അതേസമയം നമ്മൾ കറണ്ട് സ്വിച്ച് കൊണ്ട് ഓഫ് ആക്കും. അപ്പൊ കറണ്ട് നിൽക്കുമ്പോൾ മാഗ്നറ്റിക് ബിഹേവിയർ ലോസ്റ്റ് ആവും. അപ്പൊ സാധനങ്ങളൊക്കെ താഴേക്ക് ചാടും. കേട്ടോ, എത്ര സെറ്റപ്പ് ആണ് അല്ലെ. അപ്പൊ അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കാം. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who discovered the magnetic effect of electric current? ഈ ഒരു സ്വഭാവം, ഏത് സ്വഭാവം? ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പോകുമ്പോൾ അതിനു ചുറ്റും ഒരു മാഗ്നറ്റിക് ബിഹേവിയർ ഉണ്ടാകുമെന്ന് കണ്ടുപിടിച്ച ആളാണ് ഈസ്റ്റഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ്. ഓപ്ഷൻ സി ആണ്. അതെന്ത് ചെയ്യണം? നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതാണ് നമ്മുടെ ക്രിസ്ത്യൻ ഈസ്റ്റഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ്. എന്താ കണ്ടുപിടിച്ചത്? when electric current flows through a conductor it produces a magnetic field around it എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ആൻഡ് ദ നെക്സ്റ്റ് ചോദ്യം, ഇത് എനിക്കുള്ളതല്ല, നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് അറിയിക്കുക. അത് മാത്രമല്ല, നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അല്ലെ, സ്കൂളിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മളുടെ യോധ ബാച്ചിലും നമ്മൾ ചാപ്റ്റേഴ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്ക് ഇനിയും നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിച്ചാൽ മതി. നമ്മളത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്. ബൈ.